ന്യൂ വേവ് ഓഫ് അൺസ്റ്റേബിൾ വെതർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് മാർച്ച് 26 ഈ ഒരു സമയം ഉച്ച മുതൽ നാളെ രാത്രി വരെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസം പെയ്ത മഴ പോലെ ഒന്നല്ല, അതിശക്തമായിട്ടുള്ള ഒരു മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി പെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2024 ഇതേപോലെ ഒരു കാലാവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലായിരുന്നു അത്. എന്നാലും ആ ഒരു പാറ്റേൺ അല്ല, വേറൊരു പാറ്റേണിലാണ് ഈ ഒരു മഴയും സ്റ്റോമും വന്നിരിക്കുന്നത്. അതായത് വളരെ ഹൊറിസോണ്ടലായിട്ട് മഴ പെയ്യുന്നു, നമുക്ക് ഈ നിയറസ്റ്റ് വിസിബിലിറ്റിയിൽ കാണാനും പറ്റുന്നു. നമുക്ക് കാർ ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും ഒന്നും ഫോഗ് പോലെ ഒരു അവസ്ഥയായിരുന്നു. ഈ മഴയോടൊപ്പം അസാധാരണമായിട്ടുള്ള ഒരു കാറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതാ ഇപ്പോൾ ഇവിടെയൊക്കെ കാറ്റ് വീശുന്നുണ്ട്, ഇത് തുടരും. ഈ കാറ്റും ശക്തമായിട്ടുള്ള ഇടിമിന്നലും കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് മാർച്ച് 26 വ്യാഴാഴ്ച രാവിലെ മഴ സ്വല്പം കുറഞ്ഞപ്പോൾ പല കമൻറ്റുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എവിടെ പറഞ്ഞ മഴയൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നത് കാണുന്നുണ്ട്. കൃത്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴയുടെ രൂപം മാറും, കാറ്റിന്റെ രൂപം മാറുമെന്ന്. ആ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേവ് തന്നെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ പോകുന്നത് നമ്മുടെ അൽ ദഫ്ര അബുദാബി അലൈൻ വഴി പോവുകയും മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തേൺ എമിറേറ്റ്സ്, ദുബായ് അടക്കമുള്ള നോർത്തേൺ എമിറേറ്റ്സിലേക്ക് പോകും. അതായത് ഷാർജ, അജ്മാൻ, ഉമ്മൽ ക്വൈൻ ആ ഒരു ഏരിയയിലേക്കായിരിക്കും രണ്ടാമത്തെ ഒരു വേവ് സ്പ്ലിറ്റ് ആവുക. അതായത് ഇന്നിപ്പോൾ 2 മണിക്ക് നട്ടുച്ച 2 മണിക്ക് നമ്മൾ ഈ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വരുന്ന ഒരു തണുത്ത കാറ്റുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ നമ്മൾ പുറത്തു പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം വിസിബിലിറ്റി, സീറോ വിസിബിലിറ്റി എന്ന് പറയുന്ന നിലയിൽ നമ്മൾ എത്തിച്ചേർന്നതാണ്. അപ്പോൾ മഴ എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മിന്നൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിസിബിലിറ്റി, ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കണം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്നലെ ഉച്ചയ്ക്ക് അജ്മാനിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് കഫ്തീരിയ, റെസ്റ്റോറൻറ്റ്, ഇതിലൊക്കെ ഒരു സെക്കൻഡിൽ വന്ന അതിശക്തമായിട്ടുള്ള കാറ്റുകൊണ്ടാണ് ഈ കഫ്തീരിയകളിൽ ടേബിളുകളും മേശകളും ഒക്കെ മറിഞ്ഞു വീഴുന്നു, തൊട്ടടുത്തുള്ള മരങ്ങൾ കടപുഴകുന്നു, അതുപോലെ തന്നെ അല്ലറ ചില്ലറ കേടുപാടുകളൊക്കെ തന്നെയും സംഭവിച്ചത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശക്തമായിട്ടുള്ള ഒരു മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ മഴ വരുമ്പോൾ, ഈ ശക്തമായിട്ടുള്ള കാറ്റ് വരുമ്പോൾ, ഇടിമിന്നൽ വരുമ്പോൾ ഈ 2 ദിവസത്തെ മഴയെ അതീവ ജാഗ്രതയോടെ കരുതിയിരിക്കുക.